അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയണത്, ജബ്ബാർ യഥാർത്ഥത്തിൽ ഇവിടെ അബൂജഹലിൻ്റെ ഫീസില്ലാത്ത വക്കീലാണ്. കാരണം അബൂജഹലിന് വേണ്ടിയാണല്ലോ ജബ്ബാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഏറ്റവും ധിക്കാരിയും അഹങ്കാരിയുമായിരുന്ന ഒരു മനുഷ്യനാണ് അബൂജഹൽ. കാരണം ആ നാട്ടിലുള്ള സാധാരണക്കാരോട് എത്ര മോശമായിട്ടാണ് അയാൾ വർത്തിച്ചിരുന്നതെന്നും, അതുപോലെ തന്നെ കച്ചവടക്കാർ മക്കയിൽ വരുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് കാശ് കൊടുക്കാതെ അവരെ എത്രമാത്രം ചുറ്റിക്കറക്കിയിട്ടുണ്ട് എന്നുള്ളതിനൊക്കെയുള്ള തെളിവ് ചരിത്രത്തിൽ കാണാമെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലാണ് അവിടെ ഹൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ രൂപം കൊണ്ടിട്ടുള്ളത്. അബൂജഹലിനെ പോലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്കെതില്ല. അങ്ങനെയുള്ളൊരു ചട്ടമ്പിയെയാണ് ജബ്ബാർ ഇവിടെ മഹത്വവൽക്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജബ്ബാറിൻ്റെ മാന്യതയും മറ്റുമൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഈ അബൂജഹലിന് വേണ്ടി മൂപ്പർ വക്കാലത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഫീസില്ലാതെയാണ് ജബ്ബാർ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ജബ്ബാറിൻ്റെ മഹത്വം. കാരണം മൂപ്പർക്ക് ഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇസ്ലാം എങ്ങനെ തകർന്നിട്ടിയാൽ മതി. അപ്പോൾ ജബ്ബാർ മക്കയിലെ ജനത പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അബൂജഹൽ അടക്കമുള്ള ആളുകളെ പറ്റി പറയുന്നത് അവർ മനുഷ്യത്വമുള്ളവരായിരുന്നു. സംഗതി ശരിയാണ്. ജബ്ബാറിനേക്കാൾ മനുഷ്യത്വം അവർക്കുണ്ടായിരുന്നു. കാരണം ജബ്ബാർ പറയുന്ന കള്ളത്തരങ്ങളൊന്നും മക്കയിലെ ശത്രുക്കൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ജബ്ബാർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, അവർ ജബ്ബാറിനേക്കാൾ മനുഷ്യത്വം പുലർത്തിയിരുന്നു എന്നുള്ള. പക്ഷേ ഇതേ ജനതയാണ് 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അതിലവിടുത്തെ നബിയുടെ കുടുംബക്കാരായിട്ട അവിശ്വാസികൾ കൂടി ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ പട്ടിണിക്കിടുകയും ഒരു ഭക്ഷണ സാധനം പോലും അങ്ങോട്ട് കടത്താൻ സമ്മതിക്കാതെ വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ മാന്യതയുള്ള മനുഷ്യത്വമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ്. മാത്രമല്ല അവർ ജനാധിപത്യ ബോധമുള്ളവരായിരുന്നു. മക്കയിലെ ജനത ജനാധിപത്യ ബോധമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരൊന്നും ചെയ്യാതെ വിട്ടതെന്നാണ് ജബ്ബാർ പറയുന്നത്. അപ്പോൾ ജബ്ബാറിൻ്റെ ചരിത്രബോധം എത്രമാത്രമുണ്ട് എന്നത് മാത്രമല്ല, ജബ്ബാറിൻ്റെ ജനാധിപത്യ ബോധം എത്രമാത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് പറയണത് എന്താണ്, ഖുറൈശികളുടെ അതായത് മക്കയിലെ ആളുകളുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ച് മുഹമ്മദ് പ്രകോപനം ഉണ്ടാക്കി. അതായത് നാട്ടിലെ നടക്കുന്ന ആചാരങ്ങൾക്കെതിരിൽ മുഹമ്മദ് തിരിഞ്ഞു എന്നാണ്. അപ്പോൾ ജബ്ബാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് എന്താണ്, ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ലോകത്ത് ഒട്ടുക്കും പരിശോധിച്ചാൽ ദൈവവിശ്വാസികളാണ് ലോകത്ത് ഭൂരിപക്ഷമുള്ള ആളുകൾ. അങ്ങനെയുള്ള മതവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾക്കും എതിരിലാണല്ലോ ജബ്ബാർ ഹാലളകുകയും അയാൾ വാളെടുക്കുകയും ഒക്കെ ചെയ്യണത്. അപ്പോൾ ഇത് പ്രകോപനമാവില്ല. ജബ്ബാറിന് എന്ത് പ്രകോപനവുമാകാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രകോപനവും പാടില്ല. ഇത് എവിടുത്തെ നീതിയാണ്? എന്ത് ജനാധിപത്യ ബോധമാണിത്? അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇസ്ലാമിനെ കരിവാരി തേക്കുക, നബിയെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ കവിഞ്ഞ് ജബ്ബാറിൻ്റെ മനസ്സിൽ യാതൊന്നുമില്ല. അയാൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറില്ല എന്നതിൻ്റെ തെളിവാണത്. എന്നിട്ട് ജബ്ബാർ പറയുന്ന സംഗതി എന്താണ്, കല്ലാ ഇന്നഹു ലയത്ഗ കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ എന്നുള്ളടത്ത് ജബ്ബാർ പറയുന്നത് അബൂജഹലിൻ്റെ നെറ്റിമ കുറച്ച് മുടി ഉണ്ടായിരുന്നു. നെറ്റിമലേ അത് കണ്ട് താഴോട്ട് തൂങ്ങി നിന്നിരുന്നു. ആ കുടുംബം പിടിച്ച് വലിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കുടുംബ പിടിക്കുക പറഞ്ഞാൽ ഏത് മലയാളത്തിൽ പോലും ഉള്ളൊരു പ്രയോഗമാണത്. കുടുംബ പിടിക്കുക പറഞ്ഞാൽ അവൻ്റെ തല പിടിച്ച് വിളിക്കാമെന്ന് മാത്രമല്ല, അവനെ ശരിപ്പെടുത്തി കളയുന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ
നാസിയത്തിൻ കാദിബത്തിൻ ഹാത്തിഅ, കള്ളം പറയുന്ന കുറ്റം ചെയ്യുന്ന നാസിയത്ത്. നാസിയത്ത് പറഞ്ഞാൽ മൂർധാവാണ്. കല്ലാനസ്ഫഅം ബിൻ നാസിയ, നാസിയത്ത് പറഞ്ഞാൽ ശരിക്ക് കുടുംബമല്ല, മൂർധാവിനാണ് പറയുക. അപ്പോൾ ആ മൂർധാവ് മനുഷ്യൻ്റെ മസ്തിഷ്കമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അബൂജഹൽ ചിന്തിച്ചുറച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ശ്രമങ്ങൾ, അതിൽ ഒന്ന് അബൂജഹൽ ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, മഹാപാപങ്ങൾ. രണ്ടാമത്തത് ഇസ്ലാമിനെ, നബിയെ, അള്ളാഹുവിനെയൊക്കെ തള്ളിപ്പറയുമ്പോൾ അവിടെ അബൂജഹൽ കള്ളം പറയുക എന്നൊരു സംഗതി കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ കള്ളം പറയലാണ്. ഇതേ കള്ളമാണ് ഇവിടെ നമ്മളെ ജബ്ബാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബൂജഹലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കുറ്റവും നമ്മളെ ജബ്ബാറിൻ്റെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ഇത് അബൂജഹലിന് മാത്രമുള്ള ഒരു താക്കീതല്ല, ഇത് ജബ്ബാറിന് കൂടിയുള്ള താക്കീതാണെന്നുള്ളത് ജബ്ബാർ മനസ്സിലാക്കണം. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അബൂജഹലിന് വേണ്ടി ഫീസില്ലാതെ മൂപ്പർക്ക് വക്കാലത്തൊക്കെ ഏറ്റെടുക്കാം. അങ്ങനെ വക്കീൽമാരുണ്ടല്ലോ. ചിലപ്പോൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഫീസ് വാങ്ങാതെ തന്നെ കേസ് വാദിക്കാനൊക്കെ തയ്യാറുള്ള അപൂർവം ചില വക്കീൽമാരെങ്കിലും ഒക്കെ ഉണ്ട്. എന്നതുപോലെ ആ പാവം അബൂജഹലിന് വേണ്ടി ജബ്ബാർ വക്കാലത്ത് ഏറ്റെടുക്കട്ടെ, അതിലൊന്നും നമുക്ക് പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഭീഷണി അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ജബ്ബാറെ നിഷേധിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് അബൂജഹൽ എന്നതുപോലെ ഈ കുടുംബിയായിട്ട് നടക്കുന്ന, ഈ കള്ളം പറഞ്ഞ് ചിന്തിച്ച് അത് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജബ്ബാറിനും അത് ബാധകമാണെന്നുള്ളത് ജബ്ബാർ മനസ്സിലാക്കിയാൽ മതി.